പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്നു. കാട്ടാന ഷോക്കേറ്റ് ചരിഞ്ഞ ഈ കേസിൽ കസ്റ്റഡിയിലെടുത്തയാളെ KU ജനീഷ് കുമാർ MLA ബലമായി മോചിപ്പിച്ചുവെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ആരോപണം. പാടം ഫോറസ്റ്റ് സ്റ്റേഷനിൽ കസ്റ്റഡിയിലെടുത്ത മണ്ണുമാന്തി യന്ത്രത്തിന്റെ ഡ്രൈവറെ മോചിപ്പിച്ചു എന്നാണ് ആക്ഷേപം. സംഭവത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ആ ശബ്ദ സന്ദേശത്തിലേക്ക് ആദ്യം ഈ കേസെടുത്ത് നമ്മൾ അന്വേഷിച്ചു. അതായത് 10-ാം തീയതി നമ്മൾ ഓവർ ബുക്ക് ചെയ്ത് കേസെടുത്ത് ഇതിനെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് അതായത് നമ്മുടെ പ്രതിയെന്ന് സംശയിക്കുന്ന അയാളുടെ കൂടെ താമസിക്കുന്ന ഹിറ്റാച്ചി ഡ്രൈവറെ നമ്മൾ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചു. അങ്ങനെ പുള്ളി എന്ത് ചെയ്തു, സ്റ്റേഷനിലേക്ക് വന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന് നമ്മൾ വിവരങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പുള്ളി അതിനകത്ത് അതായത് കേസിന് സഹായകരമാകുന്ന കുറച്ച് കാര്യങ്ങൾ പറയുകയും ചെയ്തു. ആ പറയുന്ന പ്രകാരം നമ്മൾ മഹസർ തയ്യാറാക്കിക്കൊണ്ടിരുന്നതിനിടയ്ക്കാണ് ജനീഷ് കുമാർ സാറ് വന്ന് സ്റ്റേഷൻ സ്റ്റാഫിനെയും റേഞ്ച് ഓഫീസറെയും ഡെപ്യൂട്ടി സാറിനെയും എല്ലാം വളരെ മോശമായി സംസാരിച്ച് സ്റ്റേഷനിൽ ജനമധ്യത്തിൽ വെച്ചിട്ടാണ് അത്രയും പ്രവർത്തകരുടെ മുന്നിൽ വെച്ച് നമ്മൾ അവഹേളിച്ച് സംസാരിച്ച് ഈ പ്രതിയെ ഇറക്കിക്കൊണ്ടുപോയത്. AV ജയശങ്കറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ജയശങ്കർ, ഇതിപ്പോൾ പ്രതിയല്ല, ഹിറ്റാച്ചി ഡ്രൈവറിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി വിളിപ്പിച്ചു. അപ്പോൾ ആ ഡ്രൈവറെ മോചിപ്പിച്ചു. അതിലാണ് ഇപ്പോൾ MLA ഇടപെട്ടിട്ടുള്ളതല്ലേ? അതായത് സുര, കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഫോറസ്റ്റ് സ്റ്റേഷനിൽ ഈ കൈതകൃഷി പാട്ടത്തിന് എടുത്ത ആളുടെ സഹായിയെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കാനും മറ്റും സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. ഇത്തരത്തിൽ മൊഴിയെടുക്കുന്നതിനിടയിൽ ഇദ്ദേഹത്തെ ഈ കോന്നി MLA KU ജനീഷ് കുമാർ എത്തി ബലമായി മോചിപ്പിച്ചു എന്നാണ് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് അവരുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരുടെ അസോസിയേഷനും ഈ വിഷയവുമായി ബന്ധപ്പെട്ട വലിയ തോതിലുള്ള ഒരു പ്രതിഷേധവും ആരംഭിച്ചിട്ടുണ്ട്. കാരണം ഒരു കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ വിവരങ്ങളും ശേഖരിക്കുന്നതിനിടയിലാണ് MLA എത്തി ഇങ്ങനെ ആളെ ഒഴിവാക്കി കൊണ്ടുപോകുന്നതെന്നാണ് ഒരു ആരോപണം. കുറച്ച് നാളായി കോന്നി മേഖലയിൽ KU ജനീഷ് കുമാർ MLAയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും തമ്മിൽ ചെറിയ ഒരു പോരൊക്കെ നടക്കുന്നുണ്ട്, ശീതസമരമൊക്കെ നടക്കുന്നുണ്ട്. കോന്നി ആനക്കൂട്ടിലെ അപകടവുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു പരസ്യ പോരിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പിന്നീട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വനം വകുപ്പ് നടപടി എടുക്കുകയും പിന്നീട് ഈ അടുത്ത നടപടി ഒഴിവാക്കി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ട് KU ജനീഷ് കുമാർ MLA പരസ്യ പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം ഒറ്റയ്ക്ക് അദ്ദേഹം പോയി ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ആരെയും മോചിപ്പിച്ചിട്ടില്ല. അദ്ദേഹത്തോടൊപ്പം DYSPയും ഒപ്പം തന്നെ സ്ഥലത്തെ മറ്റ് പൊതുപ്രവർത്തകരുണ്ടായിരുന്നു. അവരോടൊപ്പമാണ് ഇത്തരത്തിൽ KU ജനീഷ് കുമാർ MLA ഈ ഫോറസ്റ്റ് സ്റ്റേഷനിൽ എത്തുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ മൊഴി നൽകാൻ അവിടെ എത്തിയ ആളുമായി ഹിറ്റാച്ചി ഡ്രൈവറുമായി ഈ KU ജനീഷ് കുമാർ അടങ്ങുന്ന സംഘം പുറത്തേക്ക് പോകുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും MLAയുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗികമായ ഒരു വിശദീകരണം ഇതാണ്. പക്ഷെ വനം വകുപ്പ് പറയുന്നത് തങ്ങൾ മൊഴിയെടുക്കാൻ വിളിച്ച ആളെ ഈ കൈതകൃഷി നടത്തിയ പാട്ടത്തിനെടുത്ത ഈ കേസിലെ പ്രതിയായിട്ടുള്ള ആളുടെ സഹായിയെ ബലമായി MLA മോചിപ്പിച്ചു എന്നാണ്. എന്തായാലും ഇത് പ്രദേശത്തെ MLA ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ പോരിന്റെ ഒരു തുടർച്ച എന്നുകൂടി വേണം കരുതാൻ. എന്തായാലും ഇതിനി വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടനയുടെ തുടർ പ്രതിഷേധങ്ങൾ എന്തായിരിക്കും എന്ന് കണ്ടറിയണം. കാരണം നിരന്തരമായി ഇവിടെ MLAക്കെതിരെ വലിയ തോതിലുള്ള ഒരു പ്രതിഷേധമുണ്ട്. ഒപ്പം തന്നെ KU ജനീഷ് കുമാർ ഈ വിഷയത്തിൽ എങ്ങനെ ഒരു പരസ്യ പ്രതികരണം നടത്തുമോ, എന്തായിരിക്കും പ്രതികരണം എന്നതും കണ്ടറിയേണ്ടത്. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഈ വനം വകുപ്പ് അനാവശ്യമായി ഇടപെടുന്നു എന്നൊരു ആക്ഷേപം ജനങ്ങളെ സംബന്ധിച്ചുണ്ട്. ഈ വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെ നടക്കുമ്പോഴും ജനങ്ങൾക്ക് അനുകൂലമായി ഒരു കാര്യങ്ങൾ ഇടപെടുന്നില്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ കാട്ടാന ചരിഞ്ഞുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെ മന്ത്രിയുടെ ഓഫീസ് നിലവിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ആനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച സംഭവിച്ചെന്ന വിഷയത്തിലാണ് വനം വിജിലൻസ് ഒപ്പം തന്നെ ആഭ്യന്തരമായി മറ്റൊരു അന്വേഷണം. എന്തായാലും ഇത്തരത്തിലൊരു വിഷയം വരുമ്പോൾ തീർച്ചയായിട്ടും അതിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ MLAയുടെ ഒരു പ്രതികരണം, നേരിട്ടുള്ള പ്രതികരണവും നമുക്ക് ലഭ്യമാക്കേണ്ടതുണ്ട്. എന്താണ് അദ്ദേഹത്തിന് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? വനം വകുപ്പും MLAയുമായുള്ള ഒരു പോരിന്റെ ഭാഗം എന്നൊക്കെ പറയാമെങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു.